ഈ ഒബ്സർവേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തമാശകൾ മാത്രം ചെയ്യുന്ന ഒരു അഭിനേതാവ് കുറച്ചധികം സിനിമയിൽ സീരിയസ് റോളുകൾ, ഇപ്പം ഉടല് പോലുള്ള സിനിമയിൽ ഒരു സൈക്കോപാത്തിൻ്റെ അത്രയും തീവ്രമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുകയാണ്. ഒരിക്കലും ഒരു ഒബ്സർവേഷൻ ഇല്ലാതെ അത് ഒരു ആക്ടറിനും അങ്ങനെ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ എങ്ങനെയാണ് അത് ഒബ്സർവ് ചെയ്യുന്നത്? ആരിലാണ്? അങ്ങനെ എന്തെങ്കിലും ഇൻസ്പിറേഷനോ ഏതെങ്കിലും നടന്മാരിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നടന്മാരുടെ സ്വാധീനമുണ്ട്. മൊത്തത്തിൽ നമ്മുടെ ചുറ്റുപാടും ഒരു നിരീക്ഷണം നമ്മൾ ചെറുതിലെ തന്നെ അതെല്ലാവരും ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. നമ്മൾ ഓർമ്മ വയ്ക്കുന്ന മുതൽ ആരെങ്കിലും ഒരു വ്യത്യാസമായിട്ട് ഒരാളെ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഒരു നടനും നടിയും ഒക്കെ ആയതിൽ തന്നെയും ശരിക്കൊരു നിരീക്ഷണം ഇല്ലാതെ അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു അഭിനേതാവിന് നിരീക്ഷണം പ്രധാനമാണെന്ന് തോന്നുന്നു, എഴുത്തുകാരും അഭിനേതാക്കളും ഒക്കെ. അപ്പം ഞാൻ കാണുന്നവരിൽ ഒത്തിരി വ്യത്യാസമുള്ളവരെയൊക്കെ ശ്രദ്ധിക്കും. അപ്പോൾ ഏതെങ്കിലും വായിക്കുമ്പോഴും ഒക്കെ ഇതുപോലെ തന്നെ പ്രത്യേകതയുള്ള കഥാപാത്രങ്ങളെ അവർ എഴുതി പിടിപ്പിച്ചിരുന്ന രീതിയിൽ ഒരു ശ്രദ്ധ നടക്കും. അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പലപ്പോഴും. അത് കുറേ കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിന് നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ആ രീതിയിൽ വരച്ചിട്ട് തരും ചില ഡയറക്ടർ കഥാപാത്രങ്ങളെ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാകും. അപ്പോൾ ഒരു ഉള്ളിലോട്ട് അതങ്ങനെ പിടിച്ച് ഈ പറഞ്ഞ കണക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായത്തിന് കിട്ടും. അങ്ങനെ ചെയ്യുന്നതാണ്. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് നടന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ, കൂടെ നിന്നാണെങ്കിലും സൈഡ് റോളിലാണെങ്കിലും ഗസ്റ്റായിട്ടും ഒക്കെ. അപ്പം അങ്ങനെ ഈ പറയുന്ന സീരിയസ് റോളുകളെ കൂടുതലും ഒബ്സർവ് ചെയ്ത് ഏത് നടനിലായിരിക്കും, അല്ലെങ്കിൽ ഏത് സിനിമയിൽ നിന്നായിരിക്കും എന്ന്? സിനിമയിൽ നിന്നല്ല, കൂടുതലും പുറത്തുനിന്ന്. സിനിമയിൽ നമുക്ക് പലരെയും കണ്ട് കൊതി തോന്നും. അവരെ കൂടെ നിന്ന് അവരുടെ താളവും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കും. അങ്ങനെയൊക്കെ നമുക്ക് കൊതിപ്പിക്കുന്നവരുണ്ടെങ്കിലും ഒരു ബാക്കി ജനങ്ങളിലുള്ളൊരു നിരീക്ഷണമാണ് മറ്റ് കഥാപാത്രങ്ങളൊക്കെ വരുന്നത്. കനകരാജും അതുപോലത്തെ ഒരു കഥാപാത്രമാണോ ശരിക്കും? ഒരു സാധാരണ അതിലൊരു പ്രത്യേകത ക്യാരക്ടറില്ല, ഘടനയിലുള്ളൊരു വ്യത്യാസം അല്ലാതെ നമ്മൾ ചെയ്ത കഥാപാത്രത്തിൽ അങ്ങനെ പ്രത്യേകിച്ചെടുത്ത് പറയാനുള്ളതൊന്നുമില്ല. എങ്കിലും അതിൻ്റെ സ്വാഭാവികത പോവാതെ ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം. ഈ ഒരു 43 വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഇനി എനിക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് എന്താണ് കിട്ടാനുള്ളത്, അല്ലെങ്കിൽ ഇനി എനിക്ക് വേണം എന്ന് തോന്നുന്നത് എന്ത് ഘടകമായിരിക്കും? നല്ല കഥാപാത്രങ്ങളെ തന്നെയാണ്. അത് എന്നെ സംബന്ധിച്ച് കുറേ കാലം കഴിഞ്ഞു പോയി, കുറേ സിനിമ ചെയ്തു എന്നുള്ളതല്ലാതെ ഇപ്പോൾ എടുത്തു പറയുന്ന ഇദ്ദേഹം പറഞ്ഞ പോലെ ഒത്തിരി കഥാപാത്രങ്ങളേ ഉള്ളൂ. ഒരുപാട് വൈകിയാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ എനിക്ക് ഇനി കിട്ടും, ഇനി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്.